പാഠം 406. നിയമം നിയമത്തിന്റെ വഴിക്ക്. ഈ മാസത്തെ വാടക കൊടുക്കേണ്ട ദിവസം എന്ന് ഉൽപ്പലാക്ഷൻ ചേട്ടൻ കൊടുക്കേണ്ട പൈസ ഞാൻ മേശയിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം വരുമ്പോൾ എടുത്ത് കൊടുക്കണം. ഉൽപ്പലാക്ഷൻ ചേട്ടൻ കോയമ്പത്തൂരുള്ള മകളുടെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത്? ആയിരുന്നു. ഇന്നലെ വൈകിട്ട് കൃത്യമായിട്ടും ആള് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ വീട് ഉൾപ്പെടെ 9 വീട്ടിൽ നിന്നാണ് വാടക പിരിക്കാനുള്ളത്. അപ്പൊ പിന്നെ കോയമ്പത്തൂർ കഴിഞ്ഞ ഉൽപ്പലാക്ഷൻ ചേട്ടൻ മനസ്സമാധാനം കിട്ടുമോ? കാശിന്റെ കാര്യം പറഞ്ഞ അയാള് മരിക്കും. അയ്യോ, അപ്പൊ മറ്റൊരു മോഹനകൃഷ്ണൻ സാറ് അല്ല. കാശിന്റെ കാര്യം പറഞ്ഞ ചാവുന്ന കാര്യത്തിൽ വില്ലേജ് ഓഫീസറെ തോപ്പിക്കാൻ വേറെ ആളില്ലല്ലോ. പഞ്ചസാര വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കിലോ വാങ്ങും. 18 രൂപ കൊടുത്താൽ മതിയല്ലോ. 1 കിലോ തികച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ രൂപ 36 ഒരുമിച്ച് കൊടുക്കേണ്ടി വരുമല്ലോ. അത് കഴിയില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് പഞ്ചസാര തീരുമ്പോ വീണ്ടും പോയി 1/2 കിലോ വാങ്ങും. അപ്പോ വില ചിലപ്പോ കിലോയ്ക്ക് 40 ആവും. ആ നഷ്ടം വില്ലേജ് ഓഫീസർക്ക് മനസ്സിലാവുകയില്ല. വില ചിലപ്പോ 30 കുറയാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അത് ലാഭമല്ലേ? പിന്നെ അത് ഭയങ്കര ലാഭല്ലേ. എന്തായാലും ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ട എന്ന കണക്കിന് മോഹനേട്ടന് പറ്റിയ വീട്ടുടമസ്ഥനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഉൽപ്പലാക്ഷൻ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഉൽപ്പലാക്ഷൻ ചേട്ടൻ വാടക വാങ്ങാൻ വരുന്നതെല്ലാം കൊള്ളാം. എന്നെ വെറുതെ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വാലിരിക്കുന്നത് മുഴുവൻ കേൾക്കും. ഇത് അഹങ്കാരം. നമ്മൾ അയാളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് അപ്പോ വീട്ടുടമസ്ഥൻ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മാന്യമായിട്ട് മറുപടി പറയാൻ ശ്രമിക്കണം. മാന്യമായിട്ട് മറുപടി പറയണമെങ്കിൽ മാന്യമായിട്ട് പെരുമാറണം. അപ്പോ അയാൾ ഇനി പറയാൻ ബാക്കി തെറ്റുമുറ്റൊന്നുമില്ല. അടുക്കളയിലെ ഭിത്തിയിൽ കരി പിടിച്ചു എന്നായിരുന്നു ഒന്നാമത്തെ പരാതി. അടുക്കളയിലെ ഭിത്തിയിലല്ലാതെ ബെഡ്റൂമിലെ ഭിത്തിയിലാണോ കരി പിടിക്കുന്നത്? മുറ്റത്തെ തോട്ടത്തിൽ പുല്ല് വളർന്നു. പുല്ലാകുമ്പോ അതങ്ങനെ വളരും. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നിങ്ങോട്ട് വരട്ടെ. എന്നോട് ന്യായം പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇന്ന് കിട്ടാനുള്ളത് വാങ്ങിയിട്ടേ പോവുള്ളൂ. ഞാനൊരു വക്കീലാണെന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞേക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഈ വീടിന്റെ ഉടമസ്ഥനാണ്. വീട്ടുടമസ്ഥനോട് കാര്യം പറയുമ്പോൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തിന്? നമുക്ക് കയറി നിൽക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഒരു സ്ഥലം തന്നൊന്നുമല്ലല്ലോ. നമ്മൾ അയാൾ പറയുന്ന വാടക കൊടുത്തിട്ടാണ് ഇവിടെ കഴിയുന്നത്. അല്ല, ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു? സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നതാ. അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ പ്രമോഷൻ കിട്ടില്ല എന്ന് ഏതോ തരികട ജോലിസിൽ പറഞ്ഞത് വിശ്വസിച്ചല്ലേ ഇങ്ങോട്ട് പോകുന്നത്? ഇപ്പോഴാണല്ലോ അതൊക്കെ പറയേണ്ടത്. സ്വന്തം വീട്ടിൽ അഭിമാനത്തോടെ താമസിക്കാനുള്ള അവസരം കളഞ്ഞു കുളിച്ചിട്ട് ഉൽപ്പലാക്ഷൻ ചേട്ടനെ പോലുള്ള അല്പന്മാരുടെ ശല്യം സഹിക്കാനായി ഇങ്ങോട്ട് പോന്നു. അത് മോഹനേട്ടന്റെ ആവശ്യം. എനിക്ക് ഈ ഉൽപ്പലാക്ഷനെ ബഹുമാനിക്കേണ്ട യാതൊരു കാര്യമില്ല. വാടക വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്ന് വാടക വാങ്ങിട്ട് പൊയ്ക്കൊള്ളണം. ഈ വീടിനകത്തെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിലേ അങ്ങനെ വിവരം അറിയും. ആ ഫോൺ എടുത്തിട്ട് ഞാൻ ബാക്കി വന്ന് പറയാം. ഓ അഹങ്കാരി. ഹലോ, മോഹനേഷ് സാറല്ലേ? അതെ, ഞാൻ ഉൽപ്പലാക്ഷനാ. ചേട്ടനെ പറ്റി ഞാനും എന്റെ ഭാര്യ സത്യഭാമയും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ 100 ആയുസാ. അതിപ്പോ നിങ്ങൾ എന്നെ പറ്റി സംസാരിച്ചില്ലെങ്കിലും എനിക്ക് ആയുസ് 100 തന്നെയാ. ഞാൻ വിളിച്ചത് എന്തിനാന്ന് മനസ്സിലായോ? മനസ്സിലായി. വാടകയുടെ കാര്യം പറയാനല്ലേ? വാടക റെഡിയാ. ഞാനത് ഭാമയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ വന്ന് വാങ്ങിയാൽ മതി. സന്തോഷം. പിന്നെ എന്റെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെന്ത് ചോദ്യമാണ് ചേട്ടാ, ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുവോ? അപ്പൊ ശരി, ബാക്കി അവിടെ നേരി കണ്ട് സംസാരിക്കാം. ഓ, എന്തൊരു മര്യാദ, എന്തൊരു വിനയം. ജില്ലാ കളക്ടർ വിളിക്കുമ്പോ പോലും ഇത്രയും വിനയോ മര്യാദ ഞാൻ കണ്ടിട്ടില്ല. ജില്ലാ കളക്ടർ എന്റെ മേലുദ്യോഗസ്ഥയാണ്. മേലുദ്യോഗസ്ഥയോട് എങ്ങനെ പെരുമാറണമെന്ന് സർവീസ് ചട്ടങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അല്ലല്ലോ ഉൽപ്പലാക്ഷൻ ചേട്ടൻ. ഈ വീടിന്റെ ഉടമസ്ഥനാണ്. നമ്മളെ വേണമെങ്കിൽ ഇറക്കി വിടാൻ പോലുമുള്ള അധികാരമുണ്ട് അദ്ദേഹത്തിന്. മോഹനേട്ടന്റെ ഈ പേടിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ വാടക കൊടുത്തല്ലേ ഇവിടെ താമസിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ അയാളെ ഇങ്ങനെ പേടിക്കണേ? ഭാമേ, അയാളെ പിണക്കിയിട്ടാണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊരു ആഗ്രഹം നിനക്കുണ്ട്. പക്ഷേ
മോഹനേഷൻ അത് സമ്മതിക്കില്ല. ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇപ്പൊ വരും. അപ്പോഴേക്കും ഈ വീടെല്ലാം തൂത്ത് വൃത്തിയാക്കിയിരിക്കണം. മുറ്റം പെട്ടെന്ന് അടിച്ചു വാരണം. അദ്ദേഹത്തിന്റെ വീട് നമ്മൾ നന്നായി സൂക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവട്ടെ. പിന്നെ വരാൻ പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ വീട് തൂത്ത് വൃത്തിയാക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് അടുക്കള 100 കൊണ്ട് പണിയെടുക്ക. ഒരു ഉൽപ്പലാശം വരുന്നതിന്റെ പേരിൽ വീട് വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ യോഗ്യമാരായ വേറെ ആരെങ്കിലും വരുമ്പോ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും? പക്ഷേ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഈ വീടിന്റെ ഉടമസ്ഥനാണ്. അത് അയാളുടെ പ്രശ്നം. മോഹനേട്ടാ, ഈ കാര്യത്തിൽ ഒരു വഴക്ക് വേണ്ട. ഞാൻ ഇന്ന് രാവിലെ വീട് തൂത്ത് വൃത്തിയാക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അടുക്കളയിലെ ജോലിയും തീർത്ത് ഓഫീസിൽ പോയി വൈകിട്ട് വന്നിട്ട് മാത്രമേ ഞാൻ ആ ജോലി ചെയ്യൂ. പക്ഷേ ഉൽപ്പലാക്ഷൻ ചേട്ടൻ രാവിലെ വരില്ലേ? വന്നോട്ട് അതിനെന്താ? വീട് വൃത്തിയായി കിടക്കുന്ന അയാൾക്ക് ഇഷ്ടപ്പെടില്ല. അയാൾ എനിക്ക് കല്യാണാലോചനയായിട്ടൊന്നും വരില്ലല്ലോ. ഇഷ്ടപ്പെടണ്ട. നിന്നെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ വീട് വൃത്തിയാക്കിയിട്ടാൽ അയാൾ നമ്മളോട് ഇവിടെ ഇറങ്ങി പോകാൻ പറയും. ആ പറഞ്ഞോട്ടെ. എന്താണ് ഭാമിക്ക്? മോഹനേട്ടാ, വെറുതെ എന്നോട് വഴക്കിൽ നിൽക്കാതെ മോഹനേട്ട പണി നോക്കി പോകാൻ നോക്ക്. ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഉത്തമനാ, വീട് വൃത്തിയാക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഉത്തമനെ കൂടെ കൂടെ കൂട്ടിക്കോ. നിങ്ങൾ രണ്ടുപേരും കൂടി ആണെങ്കിൽ പെട്ടെന്ന് വൃത്തിയാക്കിയോളൂ. ചെല്ലേ. നമസ്കാരം സാർ. എനിക്ക് സാറിന് ഒരു സഹായം വേണമായിരുന്നു. അതിനു മുമ്പ് എനിക്ക് ഉത്തമന്റെ ഒരു സഹായം വേണ്ടി. സാറിന് എന്റെ സഹായോ? എന്ത് സാറേ? ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ വാടക കൊടുക്കേണ്ട ദിവസമാണെന്ന്. കുറച്ചു കഴിയുമ്പോ അദ്ദേഹം കയറി വരും. അയ്യോ, എന്ത്? സാറിന്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ലേ? പൈസ ഉണ്ട്, അതല്ലോ ഉത്തമ പ്രശ്നം. ഈ ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ സ്വഭാവം ഉത്തമൻ അറിയാലോ. എന്തെങ്കിലും നിസ്സാര പ്രശ്നം കണ്ടാ വഴക്കുണ്ടായിക്കളെ. ഈ വീട് വാടകയ്ക്ക് തരുന്ന ദിവസം എന്നോട് പറഞ്ഞതാണ് വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണമെന്ന്. അത് വാസ്തവമാണ് സാറേ. അങ്ങേര് പോസ്റ്റ് ഓഫീസിന്റെ കിഴക്ക് വശത്തുള്ള ഒരു വീട് ഇറിഗേഷനില് ദാമോദര സാറിന് പണ്ട് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അന്നും ഈ സാറിനോട് പറഞ്ഞതുപോലെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്നും ആ സാറിനോട് പറഞ്ഞതാ. ദാമോദര സാറിന്റെ ഭാര്യ എല്ലാ ദിവസവും വീടും പരിസരവും ഒക്കെ നന്നായിട്ട് അടിച്ചു വാരി സൂക്ഷിക്കുകയും ചെയ്തു. പക്ഷേ പുള്ളിക്കാരിയുടെ അച്ഛൻ മരിച്ച സമയത്ത് 1-2 ദിവസം നാട്ടിൽ പോയി നിൽക്കേണ്ടി വന്നു. ഇവിടെയാണെങ്കിൽ ദാമോദര സാർ ഒറ്റയ്ക്കും. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആണുങ്ങളുടെ അവസ്ഥ അറിയാലോ. പ്രത്യേകിച്ച് ദാമോദര സാറിനാണെന്നുണ്ടെങ്കിൽ മുടിഞ്ഞ ജോലി തിരക്കും. തൂത്തുവാരലും വൃത്തിയാക്കലും ഒക്കെ മുടങ്ങി. ഒരു ദിവസം രാവിലെ ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ അവിടെ ആകെ അലങ്കോലമായി കിടക്കുന്നു. പിന്നെ ഉൽപ്പലാക്ഷൻ ചേട്ടൻ മുന്നും പിന്നും ഒന്നും നോക്കിയില്ല. 30 ദിവസത്തിനകം വീട്ടിനകത്ത് നിന്ന് ഇറങ്ങണം എന്ന് കൽപ്പിച്ചു. ദാമോദര സാർ കാല് പിടിച്ചു നോക്കി. ഉൽപ്പലാക്ഷൻ ചേട്ടൻ എവിടെ വഴങ്ങാൻ? എഗ്രിമെന്റ് പ്രകാരം 30 ദിവസത്തിന് മുന്നേ നോട്ടീസ് കൊടുത്താൽ ഒഴിപ്പിക്കാമെന്ന നിയമം പറഞ്ഞ് ഉൽപ്പലാക്ഷൻ ചേട്ടൻ ദാമോദര സാറിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. കണ്ടുടി, വീട് വൃത്തിയാക്കിടണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. ഭാമേ, നമ്മൾ എല്ലാവരോടും എപ്പോഴും തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. നയപരമായി പെരുമാറേണ്ട സമയങ്ങളിൽ നയപരമായി തന്നെ പെരുമാറണം. മാസത്തിൽ ഒരേ ഒരു ദിവസം മാത്രമല്ലേ ഉൽപ്പലാക്ഷൻ ചേട്ടൻ വരുന്നുള്ളൂ. അന്ന് ഈ വീട് വൃത്തിയാക്കിടാൻ എന്താ പാട്? ഒരു പാടുമില്ല മോനെ. പക്ഷേ എനിക്ക് സൗകര്യമില്ലെന്നതാണ് പ്രശ്നം. ഉത്തമ, സ്വന്തമായി ഉണ്ടായിരുന്ന വീട് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നത്. എന്തുകൊണ്ടാ? മോഹനേട്ടന്റെ മുടിഞ്ഞ അന്ധവിശ്വാസം കാരണം. സ്വന്തം വീടാവുമ്പോ നമുക്ക് സൗകര്യം എളുപ്പം വൃത്തിയാക്കിയിട്ടാ മതിയല്ലോ. ഇതിപ്പോ ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ സൗകര്യത്തിന് വൃത്തിയാക്കണം. എനിക്ക് പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ ആവശ്യക്കാരായി പോയില്ലേ ഭാമേ? ഞാൻ ആവശ്യക്കാരിയേ അല്ല. ആവശ്യക്കാരൻ മോഹനേട്ടൻ മാത്രമാണ്. ഉൽപ്പലാക്ഷൻ ചേട്ടനെ അത്രയ്ക്ക് പേടിയാണെങ്കിൽ മോഹനേട്ടൻ തന്നെ വീടങ്ങ് വൃത്തിയാക്കിയാൽ മതി. ഉത്തമ സഹായം. ഒരാൾക്കൊരു ആവശ്യം വന്നാൽ അപ്പ അവസരം ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് അവളുടെ പരിപാടി. ഉത്തമ, എന്തായാലും ഉൽപ്പലാക്ഷൻ ചേട്ടൻ വരുന്നതിന് മുമ്പ് വീട് വൃത്തിയാക്കിയല്ലേ പറ്റൂ. അത് ശരിയാണ്. നമുക്ക് തുടങ്ങാം. നമുക്കാ? എന്റെ സാറേ, എനിക്കിന്ന് പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. വീടും വൃത്തിയാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ കച്ചവടം ഫുള്ളും പൊളിയും. എന്തിനാ ഞാൻ വന്നതേ ഈ കേശവൻകുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്നുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ വീട് വൃത്തിയാക്കാൻ കൂടില്ല എന്ന് പറയുന്നതിന്റെ പേരില് സാറ് ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യം നടക്കില്ല എന്ന് പറയുന്നുള്ള കാര്യം ഉറപ്പാണ്.
അതുകൊണ്ട് സാറേ ഞാൻ വന്നതേ ഒരു കാര്യത്തിനും അല്ല, വെറുതെ സാറിനെ ഒന്ന് കണ്ടു ഒന്ന് വിശേഷം ചോദിച്ചു, അത്രേ ഉള്ളൂ. എന്ന് ഞാൻ പോട്ടെ, വിളിക്കല്ലേ. പക്ഷേ ഉത്തമ, ഒരു പക്ഷേ ഇല്ല, പ്ലീസ് സാറേ. ഇന്ന് എനിക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീട് വൃത്തിയൊക്കെ കൂടെ സഹായിച്ചേനെ. ഇപ്പൊ ഞാൻ ഇറങ്ങുന്ന അത്യാവശ്യമാണ് കേട്ടോ സാറേ, പോട്ടെ. ഉത്തമനെ വെച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ വന്ന സൗകര്യം പോലെ വാങ്ങിച്ചോളാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇപ്പൊ വരെയും ചെയ്യുമല്ലോ. ഭാമേ, നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഒരു സിനിമയ്ക്ക് പോകുന്ന കാര്യം? അടുത്ത ഞായറാഴ്ച അങ്ങ് പോയാലോ? ഇതെന്ന് നോക്കുന്നത്, നിന്റെ ഒരു കാര്യവും ഞാൻ ശ്രദ്ധിക്കുന്നില്ലെന്നാണല്ലോ നിന്റെ പരാതി. ഇപ്പൊ മനസ്സിലായോ ഈ സിനിമയ്ക്ക് പോകണമെന്ന് നീ പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ഓർത്തിരിക്കാറുണ്ടെന്ന്? എന്റെ മോഹനേട്ടനെ സമ്മതിക്കണം, ഈ തിരക്കിനിടയിൽ അത് ഓർത്ത് വെച്ചിട്ടില്ലേ? സത്യം പറഞ്ഞാൽ ഇത്രയും ഓർമ്മശക്തിയുള്ള വേറൊരാൾ ഈ നാട്ടിൽ കാണില്ല. അതിപ്പോ നിനക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചാൽ ഞാനല്ലേ ഉള്ളൂ. ആ അതെ അതെ അതെ, അതുപോലെ എന്റെ മോഹനേട്ടൻ ഒരു ആവശ്യമുണ്ടായാൽ സാധിച്ചു തരാൻ ഈ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതെ, ഇന്ന് ഈ വീട് വൃത്തിയാക്കുന്നൊഴിച്ച് വേറെ എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ സാധിച്ചു തരാം. പറഞ്ഞു പറ. അമ്മ ഇപ്പൊ അതാണല്ലോ നമ്മുടെ ആവശ്യം. ആ ആ, പല പ്രാവശ്യവും ഞാൻ പറഞ്ഞു അത് നമ്മുടെ ആവശ്യമല്ല, മോഹനേട്ടന്റെ മാത്രം ആവശ്യമാണ്. 30 ദിവസം നോട്ടീസ് തന്ന് നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കാൻ ഉൽപ്പലാക്ഷൻ ചേട്ടന് അധികാരമുണ്ടെങ്കിൽ, നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് 30 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് അവരെ അവിടെ നിന്ന് ഇറക്കാൻ നമുക്കും അധികാരമുണ്ടല്ലോ. ഇന്നിവിടെ വൃത്തികേടായി കിടക്കുന്നു എന്ന് പറഞ്ഞ് ഉൽപ്പലാക്ഷൻ ചേട്ടൻ നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരെ ഇറക്കി അങ്ങോട്ട് മാറും. അത്രയുള്ള കാര്യം, സിമ്പിൾ. പക്ഷേ അവിടെ താമസിക്കാൻ പാടില്ലെന്നല്ലേ രാമപ്പണിക്ക് പറഞ്ഞിരിക്കുന്നത്? എനിക്കത് പ്രശ്നമല്ലല്ലോ മോഹനേട്ടാ, അവിടെ താമസിക്കുന്നതിനുള്ള ദോഷം എന്താണെന്ന് വെച്ച് ഞാൻ സഹിച്ചു. നീ എന്തിനാ വാശി പിടിക്കുന്നത്? ഇതൊരു നിസ്സാര കാര്യമല്ലേ? അല്ല, മാസാമാസം വാടക എണ്ണി കൊടുത്തിട്ടും വീട്ടുടമസ്ഥനെ പേടിക്കേണ്ടി വരുന്നത് എങ്ങനെ നിസ്സാര കാര്യമാകും മോഹനേട്ടാ? എനിക്കിത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോ നീ വീട് വൃത്തിയാക്കില്ല എന്നുള്ളത് ഉറപ്പാണ്? എന്താണ് അതിന് ഇത്ര സംശയം? ശരി, വീട് ഞാൻ വൃത്തിയാക്കിക്കോളാം. പക്ഷേ ഇന്ന് മുതൽ നീ പറയുന്ന ഒരു കാര്യവും ഞാൻ അനുസരിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന ഏത് കാര്യമാണ് മോഹനേട്ടാ അനുസരിച്ചിട്ടുള്ളത്? നിന്നെ ഞാൻ അടുത്ത ആഴ്ച സിനിമയ്ക്ക് കൊണ്ടുപോകില്ല. കല്യാണം കഴിഞ്ഞ് 4 കൊല്ലത്തിനിടയ്ക്ക് ഇതുവരെ കൊണ്ടുപോയത് 3 സിനിമയ്ക്കാണ്. എനിക്ക് സിനിമ കാണാൻ തോന്നിയാൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇത് അവസാനത്തെ തീരുമാനമാണോ? അവസാന തീരുമാനോ? മോഹനേഷ സാറേ, ആ ശബ്ദം മനസ്സിലായില്ലേ? ഉൽപ്പലാക്ഷൻ ചേട്ടൻ. അയ്യോ, എത്തിയോ? നീ ആ ചൂലെവിടെ? അയ്യോ, അങ്ങനെ തന്നെ പിടിക്കാൻ പോവാ? അല്ല, വീട് വൃത്തിയാക്കാൻ. ഇനി വൃത്തിയാക്കിട്ട് എന്താ മോഹനേട്ട കാര്യം? കാണാനുള്ളതല്ല ഉൽപ്പലാക്ഷൻ ചേട്ടൻ കണ്ടു കഴിഞ്ഞില്ലേ? മോഹനേഷ സാറേ, ശബ്ദത്തിൽ എന്തോ ദേഷ്യമുണ്ടല്ലോ. ഇന്ന് ഈ വീട് വൃത്തിയാക്കത്തിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ വിവരം അറിയും. പിന്നെ ഞാനിതുവരെ അറിയാം. അത് കാണാം. ആഹാ, അല്ല, ആരായത്? ഉൽപ്പലാക്ഷൻ ചേട്ടനോ? ഇത്ര പെട്ടെന്നെങ്കിൽ വരും നീ വിചാരിച്ചില്ല. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങൾ? കോയമ്പത്തൂരുള്ള മകൾക്ക് സുഖം തന്നെയല്ലേ? അല്ലേ, സുഖം തന്നെയല്ലേ? അയ്യോ, ഇതെന്താ ഇത്? ചേട്ടൻ അവിടെ നിന്നത് വേഗം അകത്തോട്ട് വരുവാ. ഇത് ചേട്ടനെ ഇവിടെ തന്നെ അകത്തോട്ടിരിക്കാം. മോഹനേഷ സാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അയ്യോ, വാ. വിളി അത്ര പന്തിയല്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ. എന്താ ഇത്? ഇത് കരിയില്ല. ഇങ്ങനെയാണോ വീടും പരിസരവും സൂക്ഷിക്കുന്നത്? വീട് വാടകയ്ക്ക് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന്. അല്ലേടാ, ഇത്ര നേരം ഭാമ വീടിന്റെ അകം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങി വരും. എല്ലാ ദിവസവും കൃത്യം 9:30 ഞങ്ങൾ ഈ വീടിന്റെ പുറം വൃത്തിയാക്കുന്നത്. ഇപ്പോ 9:15 ആയിട്ടുള്ളൂ. ഇത്തരം മുടന്ത ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട.
എന്റെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചു കൊള്ളാമെന്ന് മോഹനേഷ് സാറ് വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ ഈ വീട് വന്നത്. നാട് മുഴുവൻ ഞാൻ മോഹനേഷ് സാറിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു സാർ ഭയങ്കര വൃത്തിശുദ്ധിയുള്ള ആളാണ്, കൃത്യനിഷ്ഠക്കാരനാണ് എന്നൊക്കെ. ഇപ്പൊ മനസ്സിലായി ആളുകൾ വെറുതെ പറഞ്ഞാണ്. അങ്ങനെ മോഹനേഷ് സാർ ഒന്നും പറയണ്ട. നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം 30 ദിവസത്തിന് മുമ്പ് നോട്ടീസ് തന്നാൽ കരാറിൽ നിന്ന് പിന്മാറാൻ 2 കക്ഷികൾക്കും അവകാശമുണ്ടെന്നാണ്. ഇന്ന് മുതൽ 30 ദിവസം ഞാൻ തരും. അയ്യോ, അതിനു മുമ്പ് മോഹനേഷ് സാറ് വീട് മാറിയിരിക്കണം. അല്ല, ആരാ ഇത്? ഉൽപ്പലാക്ഷി ചേട്ടനോ? എന്റെ ചേട്ടാ, ഈ കാലത്ത് വാടക വിരിക്കാനായി ഏതെങ്കിലും വീട്ടുടമ ഇങ്ങനെ വാടകക്കാരന്റെ വീട്ടിലേക്ക് ചെല്ലൂ? ഉൽപ്പലാക്ഷി ചേട്ടന്റെ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ അങ്ങ് തരിക, ഞങ്ങള് 3-ാം തീയതി കൃത്യം വാടക ബാങ്കിലിട്ടിരിക്കും. എല്ലാവർക്കും എന്തൊരു എളുപ്പമാണ്. മോളെ സത്യവാമേ, ആ എളുപ്പം എനിക്ക് വേണ്ട. മാസത്തിൽ ഒരിക്കൽ ഞാൻ ഇവിടെ കയറി വരുന്നതേ വാടക വാങ്ങിക്കാൻ മാത്രമല്ല, എന്റെ വീടും പരിസരവും നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൂടിയാ. ഇറിഗേഷനിലെ ദാമോദര സാറ് പണ്ട് എന്റെ വാടകക്കാരനായിരുന്നു. ഒരു ദിവസം ഞാൻ ചെന്നപ്പോ വീടും പരിസരവും മൊത്തം അലങ്കോലമായി കിടക്കുന്നു. ഇതെന്താ ദാമോദര സാറേ ചോദിച്ചപ്പോ ദാമോദര സാറ് പറയുക, ഭാര്യയുടെ അച്ഛൻ മരിച്ചുപോയി, അവള് നാട്ടിലാ, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ആര് മരിച്ചാലും, അതിനിപ്പോ ദാമോദര സാറ് മരിച്ചാലും എന്റെ വീട് വൃത്തിയാക്കിയിടണോന്ന്. അതങ്ങർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ അടുത്ത് ഒരുമാതിരി ന്യായം പറയുന്നു. ഒടുവിൽ എന്തായി 30-ാം ദിവസം സാറ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അല്ല ഉൽപ്പലാക്ഷൻ ചേട്ടാ, ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ ഭാമ പെട്ടെന്ന് തൂത്തുവെച്ചാക്കും ഇല്ലേ? ഇപ്പോഴല്ല, വൈകുന്നേരം. കണ്ടോ, വീട്ടുടമസ്ഥനായ ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞിട്ടും സത്യഭാമ വക്കീൽ ഉരുക്കമില്ല. മോഹനേഷ് സാറേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. 30 ദിവസത്തിനകം ഇവിടെ നിന്ന് ഇറങ്ങണം. ചേട്ടാ അങ്ങനെ പറയരുത്. ഭാമ ഉദ്ദേശം എന്തെന്ന് വെച്ചാ, ഉദ്ദേശിച്ച എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ വീട് ആർക്ക് വാടകയ്ക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. മുറ്റത്തിതാ വൃത്തികിടകി, അകത്ത് കയറി നോക്കിയാ എന്തായിരിക്കും അവസ്ഥ? അകത്ത് കുഴപ്പമൊന്നുമില്ല. ഏട്ടാ കയറി അകത്ത് നോക്കിയോളൂ. ഇനി ഒരു നോട്ടവും വേണ്ട, ഞാൻ ഇറങ്ങുക. പറഞ്ഞ മനസ്സിലായല്ലോ? 30 ദിവസം അതിനുള്ളിൽ ഇറങ്ങിയിരിക്കണം. അങ്ങനെ അങ്ങ് പറയല്ലേ. എന്തായാലും ചേട്ടൻ ഇവിടം വരെ വന്നില്ലേ, ഒന്ന് അകത്ത് വരെ വന്നിട്ട് പോ. എന്തിന്? നിങ്ങൾ 30 ദിവസത്തിനകം ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. ആ, ഞങ്ങള് മാറിക്കോളാം, അതൊക്കെ ഞങ്ങള് സമ്മതിച്ചു അല്ലേ. എന്തായാലും ചേട്ടൻ ഈ വീടിനകമൊക്കെ ഒന്ന് കണ്ടിട്ടേ പോകാവൂ. അത് എന്റെ ഒരു ആഗ്രഹമല്ലേ. അതിന്റെ ആവശ്യമില്ലെന്നേ. ആവശ്യമില്ലാത്ത ചേട്ടനല്ലേ, എനിക്ക് ആവശ്യമുണ്ടല്ലോ. ചേട്ടനൊന്ന് വാ. മോഹനേട്ടൻ ഇവിടെ നിന്നാ മതി. ഞാന് ഉൽപ്പലാക്ഷി ചേട്ടനെ ഈ വീടിന്റെ അകമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. മോഹനേട്ടനെ കാണുമ്പോഴല്ലേ ഉൽപ്പലാക്ഷി ചേട്ടനെ ഇങ്ങനെ ദേഷ്യം വരുന്നത്? എന്നോട് അത്രയ്ക്ക് വിരോധമൊന്നുമില്ല. ചേട്ടൻ വാ. ഞാൻ വരാം, പക്ഷേ 30 ദിവസത്തിനകം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം. ചേട്ടൻ വാ, വരൂ. ഇവിടെയൊക്കെ എങ്ങനെയാ വൃത്തിയുണ്ടോ ചേട്ടാ? ശരിക്കും നോക്ക്. അപ്പോഴേക്കും ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇത് തന്നെ. ഇതെന്താണെന്നറിയോ? ഇത് നമ്മൾ തമ്മിലുള്ള കരാറിന്റെ കോപ്പി. ഈ കരാറിലെ 14-ാം വകുപ്പ് ഞാൻ പറഞ്ഞ പോലെ എഴുതിയിട്ടുണ്ട്. 30 ദിവസത്തിന് മുമ്പ് നോട്ടീസ് തന്നാൽ കരാർ അവസാനിപ്പിച്ച് ആളെ ഇറക്കി വിടാമെന്ന്. നോക്കിയേ. ശരിയാണല്ലോ. ഉൽപ്പലാക്ഷി ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു? ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ. ചേട്ടാ, അതാണ് പ്രശ്നം. ഞാനും ഈ പണി തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. ഉൽപ്പലാക്ഷി ചേട്ടൻ എഗ്രിമെന്റ് തുറക്കുന്ന പാടെ ചാടി ഈ 14-ാം വകുപ്പിലേക്ക് പോകുന്നതിന് പകരം ആദ്യം ഈ 1-ാം വകുപ്പ് വായിച്ചു നോക്കണ്ടേ? 1-ാം വകുപ്പോ? 1-ാം വകുപ്പിലെ 2-ാം ഉപവകുപ്പ് ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ തന്നെ വായിക്കാം. ഇത് ലെസി ഷാൽ എൻജോയ് quiet and peaceful possession of property leased without the disturbance by lesser or by any successor. മനസ്സിലായോ? ഇല്ല. അയ്യോ, ഇംഗ്ലീഷ് നല്ല പിടിയില്ലല്ലേ? കുറച്ചൊക്കെ അറിയാം. ചേട്ടാ, ഈ കുറച്ച് മാത്രമായിരുന്നാണ് പ്രശ്നം. ലെസി വാടകക്കാരൻ,
അതായത് മോഹനകൃഷ്ണന് സ്വസ്ഥവും സമാധാനപരവുമായി ഈ വീട്ടിൽ താമസിക്കാനുള്ള അവകാശമുണ്ടെന്നും ലെസർ വീട്ടുടമ അതായത് ഉൽപ്പലാക്ഷൻ ചേട്ടനോ ചേട്ടന്റെ അനന്തരാവകാശികളോ യാതൊരു കാരണവശാലും വാടകക്കാരനെ ശല്യപ്പെടുത്താൻ പാടില്ല എന്നുമാണ് വ്യവസ്ഥ. ഈ എഗ്രിമെന്റ് ആകാശത്ത് കെട്ടിത്തൂക്കി ഇറങ്ങിയതൊന്നുമല്ല. കേരള റെന്റൽ ആൻഡ് ലീസ് ആക്ടിന്റെ ഭാഗമായി എഴുതിയുണ്ടാക്കിയതാണ്. കരാർ ലംഘിച്ചാൽ കേസാകും. പക്കര് പേടിപ്പിക്കൊന്നും വേണ്ട. പേടിപ്പിച്ചതല്ല ചേട്ടാ, കാര്യം പറഞ്ഞതല്ലേ. ഒരാൾക്ക് വീട് വാടകയ്ക്ക് കൊടുത്താൽ പിന്നെ വീട്ടുടമസ്ഥന് ആ വീട്ടിൽ കയറണമെങ്കിൽ വാടകക്കാരന്റെ അനുവാദം വേണം. കഴിഞ്ഞ മാസം ചേട്ടൻ എന്റെയോ മോഹനേട്ടന്റെ അനുവാദം കൂടാതെ അടുക്കള വരെ വന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അതിക്രമിച്ചു കയറൽ, മോഷണ ശ്രമം തുടങ്ങി ഭീഷണിപ്പെടുത്തി കാര്യസാധിക്കൽ വരെയുള്ള വകുപ്പുകൾ വരും. 2 കൊല്ലം വരെ ജയിലിലും കിടക്കും. പിന്നെ അതൊന്നും പറഞ്ഞാൽ ഉൽപ്പലാക്ഷം കുരുങ്ങില്ല. ഇതിലും വലിയ വക്കീലന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരി, ആ വലിയ വക്കീലിനോട് പോയി തന്നെ ചോദിക്കാം ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന്. ആ ചേട്ടാ, ബാക്കിയെല്ലാം പോട്ടെ. കഴിഞ്ഞ തവണ ചേട്ടൻ വന്നപ്പോ ഞാൻ മാത്രമല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ വീട്ടിലൊറ്റയ്ക്കായിരുന്ന വീട്ടമ്മയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു കേസായാലോ? ഞാനോ? എപ്പോ? ചേട്ടൻ ചെയ്തില്ലായിരിക്കും, പക്ഷേ ചെയ്തെന്ന് ഞാനങ്ങ് പറയും. സ്ത്രീപീഡന കേസിൽ പെണ്ണിന്റെ മൊഴി മാത്രം മതി അകത്തു പോകാൻ. ജാമ്യം പോലും കിട്ടില്ല. ഞാൻ ഒരു വക്കീല. ഉൽപ്പലാക്ഷൻ ചേട്ടൻ യാതൊരു തരത്തിലും രക്ഷപ്പെടാത്ത തരത്തിലൊരു കഥയുണ്ടാക്കി കേസ് കൊടുക്കാൻ എനിക്ക് ആരുടെ സഹായം വേണ്ട? സംശയമുണ്ടെങ്കിൽ നമുക്കൊന്നും അനുസരിച്ച് നോക്കാം. പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ചേട്ടന്റെ പടം വരും. യുവതിയായി വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച അറസ്റ്റിലായ ഉൽപ്പലാക്ഷൻ എന്ന് പറഞ്ഞ. അതോടെ ചേട്ടന്റെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ ചേട്ടനോടുള്ള ബഹുമാനവും കൂടും. ഞാൻ വരട്ടെ. ചേട്ടാ, അങ്ങനെ പോയെങ്ങനെയാ? ബാക്കി മുറി കാണണ്ടേ? അതൊക്കെ അങ്ങ് വക്കീലിന്റെ മനസ്സിൽ വെച്ചാ മതി. എന്നെ ഏതെങ്കിലും മുറി പൂട്ടിയിട്ട് പോലീസിനെ വിളിക്കാല്ലേ? ഞാൻ ഈ നാട്ടുകാരനേ അല്ല. അല്ല ചേട്ടാ, പാവം ചേട്ടൻ. ചേട്ടാ, എങ്ങനെയുണ്ട്? അകത്ത് ഒരുപാട് കുഴപ്പമുണ്ടോ? എവിടെ? അകത്ത് ഒരു കുഴപ്പമില്ല. സത്യത്തിൽ ഇത്രയും ഭംഗിയായി എന്റെ ഒറ്റ വീടും ഒരു വാടകക്കാരനും സൂക്ഷിക്കത്തില്ല. എനിക്കിഷ്ടമായി. അല്ല, അപ്പൊ 30 ദിവസത്തിനുള്ളിൽ? ഏത് 30 ദിവസം? എന്റെ മോനേട് സാറേ, ഞാൻ നിങ്ങൾക്ക് ഈ വീട് തന്നിരിക്കുന്നത് 11 മാസത്തേക്കാ. ആ 11 മാസത്തിന് മുമ്പ് നിങ്ങളായിട്ട് പോണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ പോകാൻ പാടില്ല. അല്ല, ഉൽപ്പലാക്ഷൻ ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞാണോ? എന്താ സംശയം? അല്ലെങ്കിൽ തന്നെ വാടക മാത്രമല്ലല്ലോ കാര്യം. നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവരുടെ അന്തസ്സൊരു കാര്യമല്ലേ? ദേ, ഒരു വില്ലേജ് ഓഫീസറാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞാ എനിക്ക് അഭിമാനമല്ലേ? വില്ലേജ് ഓഫീസർ മാത്രമല്ല, ഒരു വക്കീലും ഉണ്ട്. അതാണല്ലോ പ്രശ്നം. എന്ത് പ്രശ്നം? അല്ല, വില്ലേജ് ഓഫീസറും വക്കീലും ഒക്കെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു അന്തസ്സിന്റെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞായിരുന്നു. ചേട്ടൻ ഇവിടെ നിൽക്കുക, ഞാൻ പോയി വാടക കൊണ്ടുവരാം. അത് ശരിയാവില്ല. ഇക്കാലത്ത് മാസാമാസം വീട്ടിൽ കയറി വാടക ചോദിക്കാന്ന് പറഞ്ഞാ എളുപ്പമാണോ? എന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഞാൻ വിളിച്ചു പറയാം, അതിലിട്ടാ മതി. അപ്പൊ ചേട്ടൻ ഇനി കൂടെ വരില്ലേ? എന്തിന്? അല്ല, വീടും പരിസരവും ഒക്കെ വൃത്തിയായി കിടക്കാണെന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾ രണ്ടുപേരും താമസിക്കുന്ന വീട് വൃത്തികേടാവില്ല. അപ്പൊ ഞാൻ വരട്ടെ, അക്കൗണ്ട് നമ്പർ വിളിച്ചു പറയാം. വരട്ടെ. ഇതെന്താ ഇങ്ങനെ? മല പോലെ വന്നത് എലി പോലെ പോയാ? നീ എന്താ ഉൽപ്പലാക്ഷ ചേട്ടനോട് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്ത് വിശേഷം? ഒന്നാമത്തെ വിശേഷം കേരള ലീസ് ആൻഡ് റെന്റൽ ആക്ട്. രണ്ടാമത്തെ വിശേഷം ഇന്ത്യൻ ശിക്ഷാ നിയമം. പ്രശ്നമൊക്കെ തീർന്നു പറഞ്ഞ എന്റെ വില്ലേജ് ഓഫീസറെ, നാട്ടിലൊരു നിയമമുള്ളത് അതെല്ലാരും അനുസരിച്ചല്ലേ പറ്റൂ. നമ്മൾ വാടകയ്ക്കെടുത്ത് വീട്ടിൽ കയറി നമ്മളെ വരട്ടിയാൽ നമ്മളത് കണ്ടു നിൽക്കണോ? ഞാൻ തിരിച്ചൊന്ന് വരട്ടി, അതിൽ ഉൽപ്പലാക്ഷൻ ചേട്ടനെ കാറ്റുപോയി. അപ്പൊ നീ ശരിക്കും ഭയങ്കര വക്കീലാണല്ലേ? വില്ലേജ് ഓഫീസർക്ക് ഇതുവരെയായിട്ട് അത് മനസ്സിലായില്ലായിരുന്നു.
ഇത്രക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. അടുത്തവണ വാടക വാങ്ങാൻ വരുമ്പോ ഉൽപ്പരാക്ഷ ചേട്ടൻ ആ മുറ്റത്ത് നിൽക്കും, അകത്തേക്ക് കയറില്ല. അടുത്തവണ ഉൽപ്പലാക്ഷൻ ചേട്ടൻ വാടക വാങ്ങാൻ ഇങ്ങോട്ട് വരില്ലല്ലോ, ബാങ്കിലെ അക്കൗണ്ടിൽ ഇട്ടാ മതി എന്നാ പറയുന്നത്. എന്തായാലും നിന്നെ സമ്മതിച്ചു. ആദ്യമായിട്ടാണ് വില്ലേജ് ഓഫീസറുടെ വായി നിങ്ങളൊന്ന് കേൾക്കുന്നത്. ഉൽപ്പലാക്ഷ ചേട്ടന്റെ സ്തുതി. സത്യഭാമ ഒരു പാവമല്ലെന്ന് ഇനിയെങ്കിലും മോഹനകൃഷ്ണൻ മനസ്സിലാക്കിയാൽ കൊള്ളാം. ആവശ്യ നേരത്ത് നിയമം പറയാനും വേണ്ടി വന്നാൽ ഉൽപ്പലാക്ഷനെ പോലെ ഒരാളെ ഭീഷണിപ്പെടുത്താൻ പോലും വക്കീലിന് അറിയാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. മോഹനകൃഷ്ണന്റെയും സത്യഭാമയുടെയും ജീവിതത്തിലെ നിസാര സംഭവങ്ങളുമായി കാര്യം നിസാരം തുടരുന്നു.